വീടിൻ്റെ വെളിയിൽ വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ 2-3 വണ്ടി ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എന്തായിരിക്കും ഫീല്? 3 വണ്ടിയിൽ ലോറി പണിയുന്നൊരു സെറ്റപ്പിലാണ് നമ്മൾ പണിയുന്നത്. ഇതിൻ്റെ ചെയിൻ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിനിറ്റിൽ. അപ്പോൾ ഇന്നത്തെ കുറച്ചധികം പരിപാടികളുണ്ട്. നമ്മുടെ RCയുടെ ബാക്കിൽ ടെയിൽ ചൈഡ് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ഡൊമിനോറിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറണം. ഫ്രണ്ടിൽ ഒരെണ്ണം ഒടിച്ചിട്ടുണ്ട്, അതേപോലെ ബാക്കിലും ഒരെണ്ണം ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്റർ മാറണം. പിന്നെ ഇപ്പോൾ ഇതിൽ കറൻ്റ് ബാക്കിൽ ടെയിൽ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ വെച്ചാൽ എന്തായാലും പെറ്റി കിട്ടും. പക്ഷേ RCയുടെ ഈ ഒരു ബാക്കിൽ ടെയിൽ ചൈഡ് സെറ്റ് ചെയ്താൽ അപാര ലുക്കായിരിക്കും. ഇതേപോലത്തെ സാധനമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പക്കാ ബോറാണ്. ഇത് എൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ തന്നെ വീട്ടിൽ ഒരു യൂണിക്കോൺ, ഡൊമിനോറ്, RC, AFC വന്നിട്ട് ബുള്ളറ്റ്. ഇപ്പോൾ ഇത്രയും വണ്ടി നിരത്തി ഇരിപ്പുണ്ട്, വെക്കാൻ സ്ഥലം പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ വിലയും കാലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ഡൊമിനോറിൻ്റെ ഈ ഒരു ബാക്കിലത്തെ ഗിയർ ലിവറോടെ മാറണം. അപ്പോൾ ഈ ഒരു 2 ഇൻഡിക്കേറ്റർ നമ്മൾ ജെന്യൂൻ സ്പെയർ പാർട്സിൽ നിന്ന് ബജാജിൻ്റെ ഡൊമിനോറിൻ്റെയാണ് എടുത്തേക്കുന്നത്. അല്ലാതെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10-300 2 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആയ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് 585, മറ്റേതിന് 594 അപ്പോൾ രണ്ടും കൂടത്തെ 1200 ആയില്ലടാ, 1200 അടുപ്പിച്ച് ഇൻഡിക്കേറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവറിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 528 രൂപയായിരുന്നു. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാട്ടി അതേ പ്രൈസ് ഈ ഒരു ഗിയർ ലിവറിനും ആയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററാണ് അതിലിതാ ഇല്ല. പിന്നെ ഇതാണ് നമ്മൾ RC സെറ്റ് ചെയ്യാൻ പോകുന്ന ടെയിൽ ചേടി. ഇതിനൊരു 900 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. നോർമലി ഇതിക്ക് എൽ ക്ലാമ്പൊക്കെ വെച്ച് ചെയ്യാം. ഇത് എൽ ക്ലാമ്പ് വെച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇങ്ങനെ ആക്കി വെച്ചേക്കെയാണ്. അതേപോലെ നമ്മൾ ചെറിയൊരു സെയിൽസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. മെയിനായിട്ട് WD-40 ചെയിൻ ലൂബ്. പിന്നെ ഇതെന്തോന്നാണ് എന്തോ സാധനം, ഇത് ഞാൻ വണ്ടിയിലിട്ടിട്ട് സ്ക്രാച്ചൊക്കെ പോകാൻ നോക്കിയിട്ട് പറയാം. WD-40 ചെയിൻ ലൂബ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചാനലൊന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ നല്ല രീതിക്ക് റേറ്റ് കുറച്ചായിരിക്കും കൊടുക്കുന്നത്, അതും ഫോളോവേഴ്സിന് മാത്രം. അപ്പോൾ ഫോളോ ആയിട്ട് അക്കൗണ്ട് മെസ്സേജ് ചെയ്യുന്ന സാധനം സെറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് വേണ്ട, ഒരു 20-30 അങ്ങോട്ടൊക്കെ ആവും. 2-3 എടുത്ത് അത്യാവശ്യം നിങ്ങളുടെ കയ്യിലും കുറച്ച് ഫണ്ട് നിൽക്കും. എൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വണ്ടിയുടെ പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പണിയാൻ പോകുന്നത് ഡൊമിനോർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ RCയിലത് നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെറിയ നട്ട് ബോൾട്ടൊക്കെ വേണമായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാധനം വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡൊമിനോറിൻ്റെ പരിപാടികളിൽ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഡൊമിനോറിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ മാറണമെങ്കിൽ ഇതിൻ്റെ ഒയർ പോകുന്നത് ഈ ഒരു പീസ് വഴിയാണ്. അപ്പോൾ ഈ ഒരു പീസും ഇതിൻ്റെ അകത്ത് ചേറൊരു പീസുണ്ട്. ഇത് ഉരുക്കെടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒയറും കാലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റൂ. പിന്നെ നോർമൽ രീതിക്ക് സീറ്റ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി അഴിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അതും ഇത് 4 അഴിച്ച് കഴിഞ്ഞാൽ അഴിച്ചെടുക്കാം. ചിലപ്പോൾ കൂടിയപ്പോൾ ഇത് 2 അഴിക്കണം. അപ്പോൾ വീഡിയോ എടുക്കലും പണിയും കൂടെ നല്ല പാടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമുക്കിനി ഇത് അഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ ഈ ഒരു പീസ് ഞങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് അഴിക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് 3 ഇതുകൂടെ വരും. അതുകൂടെ അയച്ചെടുത്താൽ മാത്രമേ ഇത് അയച്ചെടുക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇതുവഴി ഒയർ പോകുന്ന കാണാൻ പറ്റും. അകത്തെ കണക്ഷന് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുത്തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി ഒരു ബാക്ക് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഡൊമിനോർ മിക്കുള്ള വണ്ടിയിലും ഈ ഒരു സാധനം ഓടിയും. അപ്പോൾ RCയിലൊക്കെ ചേടി കയറ്റി വെച്ചേക്കുകയാണെങ്കിൽ ഓടിയില്ല. അല്ലെങ്കിലും ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഇറങ്ങാൻ നേരത്ത് കാല് തട്ടി ഈ ഒരു സാധനം ഡൊമിനോറിലും RCയിലെല്ലാം ഓടിയും. ഫ്രണ്ടിൽ എങ്ങനെയാണ് ഓടിയണം? നിൻ്റെ ഫ്രണ്ട് എങ്ങനെ ഓടിയണം? അപ്പോൾ ഫ്രണ്ടിലത്തെ വലത് സൈഡും ബാക്കിലത്തെ ഇടത് സൈഡിലെ സാധനമാണ് മാറുന്നത്. ഇതിൻ്റെ ചിലന്തി കത്തിരിക്കുന്നുണ്ടാകത്ത്. ഇതിൻ്റെ അകത്തൊരു ചിലന്തിയൊക്കെ ചത്തിരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ഈ ടൈറ്റാണ് ഇവിടെ നിന്ന് കുത്തി ഇറക്കാൻ വേണ്ടി. കാരണം വെള്ളം ഇറങ്ങാതിരിക്കാൻ അതിന് വേണ്ടി ആ ഒരു റബ്ബർ ബുഷിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം അഴിച്ച് കഴിഞ്ഞാൽ അടി ഈ ഒരു ലുക്കിലാണ് പറഞ്ഞത്. ഇനി ജസ്റ്റ് ഇത് അപ്പോൾ ഇൻഡിക്കേറ്റർ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാക്കിലത്തെ പുതിയ ഇൻഡിക്കേറ്റർ. ഇത് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ നല്ല രീതിക്ക് നീളമുണ്ട്. പിന്നെ ഒറിജിനലാണ് ഈ ഒരു ജസ്റ്റ് ഒരു എന്തോ ഒരു ചിപ്പോ എന്തോ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പറഞ്ഞത്. മാക്സിമം ഒറിജിനലൊക്കെ തന്നെ വാങ്ങിച്ച് വെക്കണം. ചിലപ്പോൾ ഒറിജിനലിലും വെള്ളവും കാര്യങ്ങളൊക്കെ കയറും. പക്ഷേ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ ഈ ഒരു നട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ പഴയ എന്നുള്ള നട്ടെടുത്തായിരിക്കും ഇതിലിടുന്നത്. ഇനി എടുത്ത് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ഒയർ റൂട്ട് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനം അഴിക്കാൻ നേരത്ത് ഇൻഡിക്കേറ്റർ ഊരി വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് താത്തി പിടിച്ചതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരും. നമുക്കിനി ഇതെടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 ഇൻഡിക്കേറ്റർ തമ്മിലെ കളർ വ്യത്യാസം തന്നെ കണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഒറിജിനൽ വെച്ചാൽ ഇതിനകത്ത് വെള്ളം കാലൊക്കെ കയറും. പിന്നെ ഈ ഒരു സാധനം അടയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണോ നോക്കണം. അല്ലാതെ നമ്മൾ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. ഇനി ഒരു സേഫ്റ്റിക്ക് വലത് സൈഡ് ഇട്ട് നോക്കി 2 വർക്കിംഗ് ആണ്. അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതൊക്കെ എടുത്ത് അടച്ചിട്ടാണ് വർക്കിംഗ് അല്ലെന്ന് കണ്ടുപിടിക്കുന്നതെങ്കിൽ പിന്നെ ഇരട്ടി പരിപാടിയായിരിക്കും.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാധനം എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്തിട്ട് അകത്ത് ഈ ഒരു സീറ്റും അടയ്ക്കാം. തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു പീസ് ഇത് ഇവിടെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്നതാണ്. ഇത് വെച്ചാൽ കുറച്ചൊരു ലുക്ക് പോകുന്ന എനിക്ക് തോന്നി മാറ്റുകയാണ്. പക്ഷേ എന്തായാലും അപ്പോൾ നല്ലേക്ക് ചെളി ധരിക്കും. പക്ഷേ ഇതാണ് ഡൊമിനോൻ്റെ കുറച്ചുകൂടെ ലുക്ക്. പിന്നെ ഇത് പറ്റിയൊക്കെ അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചതിനെ പറ്റി അടിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ സാധനം മാറ്റി വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനി കാണാം. വർക്കിൻ്റെ ഇടയ്ക്ക് ദിവസം ചായ ഇട്ടിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. കാരണം നമ്മൾ കുറച്ച് പരിപാടി ഉള്ളെങ്കിൽ നമ്മൾ ചെയ്ത് തരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും നമ്മളെല്ലാവരും കൊണ്ട്. അപ്പോൾ ബാക്കിലത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ മാറ്റണം. ഫ്രണ്ടിലത്തെ മാറ്റാൻ വേണ്ടി ഈ ഒരു പീസും ഇതും കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം ഇതിന് മുമ്പ് ഇതിൻ്റെ അകത്തൊരു ഹസാർ ഫ്ലാഷർ അടിച്ച് മാറ്റിയ വീഡിയോ ഞാൻ ഇത് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നമുക്കിനി അയച്ചിട്ട് ഇൻഡിക്കേറ്ററോടെ മാറിയിട്ട് കാണാം. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഓടിയില്ല. പക്ഷേ ബാക്കിൽ എത്ര പ്രാവശ്യം മാറിയാലും ആളിറങ്ങാൻ നേരത്ത് കാല് കെട്ടി ഓടിയും. പക്ഷേ ഈ ഒരു RC-യിലൊക്കെ ചേച്ചിയുടെ സെറ്റ് വെച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് തട്ടില്ല. അതേപോലെ എൻ്റെ വണ്ടിയിലും തട്ടില്ല. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ അഴിക്കാൻ നേരത്തെ പോലെ അയച്ചതിന് ശേഷം ഈ ഒരു മീറ്ററോട് അഴിക്കണം. കാരണം എൻ്റെ ഒരു സ്ക്രൂഡർ ആ ഒരു റിംഗ് സ്പാൻ ഇതുവരെ കയറുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇതും ഇതിൻ്റെ ബാക്കിൽ 2 സ്ക്രൂ അയച്ചാൽ ഇത് ഊരി വരും. പിന്നെ ഈ ഒരു മീറ്ററിൻ്റെ അതിലേക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയും വെള്ളം ഈ ഒരു മീറ്ററിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മീറ്റർ ചെറിയ മാൽപെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെള്ളം നമ്മളിപ്പോൾ തട്ടിക്കളഞ്ഞിട്ട് ഇത് ഊരിയിട്ട് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് തിരിച്ചെല്ലാം. കേസ് അടുത്തായിട്ട് ഈ ഒരു ഗിയർ ലിവർ മാറണം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പട്ടി ഒരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടോ യുവമാരൊക്കെ വന്നിരുന്നുണ്ട് ബഹളമൊക്കെ ആയിരിക്കണം മുകളിലാക്കിയതാണ്. ഇപ്പോൾ അതിൻ്റെക്കാട്ട് ശല്യമായിട്ട് വരും. അതിങ്ങ് എടുത്താണ്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഇതൊരു അലങ്കിയ ബോൾട്ട് ഇത് അടിച്ചെടുക്കണം. പിന്നെ ഈ ഒരു ബോൾട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് മാറുന്ന മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നല്ല രീതിക്ക് ലൂസുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റൂടെ പോയി കഴിഞ്ഞാൽ അതോടെ ഊരി മാറേണ്ടി വരും. കാരണം ഈ ഒരു നല്ല രീതിക്ക് പ്ലേ ഉള്ളതുകൊണ്ട് ഗിയറിടാൻ നല്ല രീതിക്ക് ലാഗുണ്ട്. നമുക്ക് ഇതിനി മാറ്റിയിട്ട് കാണാം. പിന്നെ ഇവിടെ നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ട്. ഈ ഒരു മീറ്റർ റിപ്പയർ ചെയ്യാൻ നേരത്തായിരിക്കും അതിന് എന്തായാലും മാറ്റുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. വർക്കിംഗ് ആണ്. ഈ സമയം നമ്മൾ ഡൊമിനോൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗിയർ ലിവർ മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളൊരു പ്ലേയിങ് ആകെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു പ്ലേറ്റ് കണ്ടോ. പക്ഷെ മുമ്പാണെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് പ്ലേ ഉണ്ടായിരുന്നു. ആ ഒരു ലിവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ത്രെഡ് ഉണ്ട്. അത് പോകേണ്ടായിരിക്കണം. പിന്നെ വേറെ കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ ഇവിടെ ഇത്രയും ലൂസാണ്. പക്ഷേ സെൻട്രൽ സ്റ്റാൻഡ് പക്ഷേ പെഡോക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. എൻ്റെയൊക്കെ സെൻട്രൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. അത് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ RC-യുടെ ബാക്കിലത്തെ ടെയിൽ വയ്ക്കാൻ വേണ്ടി ചെറിയ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തു. കാരണം ഞായറാഴ്ചൻ്റെ കടയൊന്നുമില്ല. കുറച്ചുകൂടെ കറക്റ്റ് സൈസിനുള്ള സ്ക്രൂസൊക്കെ വേണം. മിക്കവാറും അത് നമ്മൾ പെൻഡിങ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്തേക്കാം. പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മൾ കയ്യിലുള്ള സ്ക്രൂസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഗേസ് ലോറി പണിയുന്നൊരു സെറ്റപ്പിലാണ് നമ്മൾ പണിയുന്നത്. ഈ അണ്ടർവെല്ലിൽ അടിയിലൊരു ബോൾട്ട് പോയി. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇടാൻ വയ്യാത്തതുകൊണ്ട് ഇവൻ തന്നെയാണ് ഇപ്പോൾ അരിയിടുന്നത്. ലോറി അല്ലട പണിയുന്ന. പിന്നെ RC-യിൽ നമ്മളിപ്പോൾ ഇതെന്തായാലും ഈ ഒരു ടേൽറ്റഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ചെറിയൊരു പ്രശ്നം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചെറിയ ലൈറ്റ് വെച്ചായിരുന്നു. പക്ഷേ ആ ലൈറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തട്ടുന്ന ഒരു ആംഗിൾ വെക്കത്തില്ല. അപ്പോൾ ഇവിടെ അല്ല എടാ ഇവിടെ വെച്ചാലും കൊള്ളാടാ. അല്ല ഇവിടെ വെക്കത്തില്ല. നമ്മൾ ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു ഹോളിൽ കയറ്റിയായിരിക്കും ഇത് വെക്കുന്നത്. നമ്പർ പ്ലേറ്റ് തൽക്കാലം നമ്മൾ വെക്കുന്നില്ല. കാരണം നമ്മൾ 2 ഹോൾ പഠിക്കണം. ആ റിവറ്റൊക്കെ പൊട്ടിച്ചാണ് വെച്ചത്. പിന്നെ റിവറ്റ് പിടിച്ച് നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. കാരണം എന്തായാലും ടെയിൽ ടൈഡിയാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഹോൾ ചെയ്യണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ടെയിൽ ടൈഡ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ടെയിൽ ഇല്ലാത്ത ലുക്ക്. RC-യിൽ വെക്കുമ്പോൾ ടെയിൽ ടൈഡ് വെച്ചാലേ ലുക്ക്. പക്ഷേ ഡൊമിനോറിലൊക്കെ ചിലപ്പോൾ ആ ടെയിൽ ടൈഡൊക്കെ വെച്ച് വൃത്തിയിടാക്കും. എനിക്കത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് പറഞ്ഞത്. എനിക്കിഷ്ടമല്ല. പക്ഷേ എന്തായാലും അപ്പം ഇതിനി സെറ്റ് ചെയ്യണം. അപ്പോൾ ചെയ്തിട്ട് ഈ 3 വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ള ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് മേടിച്ചേക്ക്. സോ നമ്മൾ RC-യിലെ പരിപാടി ടെയിൽ ടൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് നമ്മളിപ്പോൾ വെക്കുന്നില്ല. റിവറ്റൊക്കെ അടിച്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3 വണ്ടിയും കാണിച്ചു തരാം. ഞാൻ വീടിൻ്റെ വെളിയിരിക്കുന്ന മാറാ കണ്ടോ. വീടിൻ്റെ വെളി വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ 2-3 വണ്ടി ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എന്തായിരിക്കും ഫീല്. 3 വണ്ടിയെല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മളെ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്കായിട്ട് തരാൻ വേണ്ടി കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്ട്സ് നമ്മളെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ WD-40 430 ml. ഇത് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം വരില്ല. ഇതിൻ്റെ ആവശ്യമേ വരും നോർമലായിട്ട് വണ്ടിയൊക്കെ പണിയുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ 100 ml-ൻ്റെ 200 ml-ൻ്റെ ചെയിൻ ലൂബും അതേപോലെ 100 ml-ൻ്റെ ചെയിൻ ലൂബാണ് പറഞ്ഞത്. ഇത് കടയിൽ കൊടുക്കുന്ന കാട്ടി റേറ്റിന് ഫോളോസിന് മാത്രമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇനിഷ്യൽ DM ചെയ്തോ. പിന്നെ ഇതൊക്കെ ഞാൻ എങ്കിലും വണ്ടി യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇറങ്ങി സ്ഥിതിക്ക് വണ്ടിയുടെ കുറച്ച് ക്ലിപ്സും കാലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വന്നേക്ക്.
അപ്പം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ ലേറ്റ് ഒന്നും ആക്കുന്നില്ല. പുതിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.